ഇന്ത്യയുടെ ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ എത്രത്തോളം ഏകാഗ്രതയും നീക്കങ്ങളുടെ കണിശതയും എതിരാളിയെ വെട്ടിവീഴ്ത്താൻ കരുതലോടെ കാത്തിരിക്കുന്നതുമെല്ലാം എങ്ങനെ വേണമെന്നത് നമ്മൾ കണ്ടതാണ്. ചതുരംഗപ്പലകയിലെ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിക്കറ്റ് മൈതാനത്ത് പരീക്ഷിക്കുന്ന ഒരാളുണ്ട്, ആർ അശ്വിൻ. ഇന്ത്യൻ ചെസ്സിന്റെ ഈറ്റില്ലമായ ചെന്നൈയിൽ നിന്നാണ് അയാളുടെയും വരവ്. ക്രിക്കറ്റ് കഴിഞ്ഞാൽ അയാളുടെ ഇഷ്ടവിനോദം ചെസ്സാണ്. മൈൻഡ് ഗെയിമിൽ എതിരാളിയെ വീഴ്ത്താൻ ചെസ് അയാളെ ആവോളം സഹായിച്ചിട്ടുമുണ്ട്. അശ്വിൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് കൂട്ടാളികൾക്ക് പോലും അറിയില്ല. എന്ത് പരീക്ഷണങ്ങൾക്കും മുതിരാൻ മടിയില്ലാത്ത അയാൾ 1.5 പതിറ്റാണ്ടോളം നീണ്ട ഐതിഹാസിക കരിയറിന് അവസാനമിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇരിപ്പിടം സ്വന്തമാക്കിയാണ് അയാൾ മടങ്ങുന്നത്. തെരുവിൽ കളിച്ചു തുടങ്ങിയ ബാല്യം, ലോകത്തെ 1-ാം നമ്പർ ബൗളറിലേക്കുള്ള വളർച്ച, തലമുറകൾക്ക് പ്രചോദനമാണ് അയാളുടെ കരിയർ. പേസ് ബൗളർ ആവാൻ കൊതിച്ച അശ്വിൻ അപ്രതീക്ഷിതമായാണ് സ്പിൻ ബൗളർ ആകുന്നത്. ഓഫ് സ്പിന്നറെങ്കിലും അയാൾ പരീക്ഷിക്കാത്ത പന്തുകളുണ്ടാവില്ല. 2010 ജൂണിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിലാണ് അശ്വിൻ ആദ്യമായി ഇന്ത്യൻ കുപ്പായമണിയുന്നത്. ദിവസങ്ങൾക്കപ്പുറം 2020-ലും അരങ്ങേറ്റം. ഒരു കൊല്ലം കൂടി കഴിയേണ്ടി വന്നു ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്താൻ. 14 വർഷം നീണ്ട കരിയറിന് അഡ്ലൈഡിൽ അവസാനമാകുമ്പോൾ 106 ടെസ്റ്റിന്റെയും 116 ഏകദിനങ്ങളുടെയും 65 2020-യുടെയും തിളക്കമുണ്ട് അയാൾക്ക്. പരിമിത ഓവർ ക്രിക്കറ്റിലും തിളങ്ങിയെങ്കിലും ടെസ്റ്റിന്റെ പേരിലാണ് അയാൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. 106 ടെസ്റ്റിൽ നിന്ന് 534 വിക്കറ്റ് നേടിയ അയാൾ ടെസ്റ്റ് വിക്കറ്റ് വേട്ടക്കാരിൽ 7-ാമനും ഇന്ത്യക്കാരിൽ അനിൽ കുംബ്ലെക്ക് മാത്രം പിന്നിലുമാണ്. ബാറ്റ് കൊണ്ടും തിളങ്ങിയ അശ്വിന്റെ പേരിൽ 6 ടെസ്റ്റ് സെഞ്ചുറികളുമുണ്ട്. പലകുറി ടെസ്റ്റിൽ 1-ാം നമ്പർ ബൗളറും ഓൾറൗണ്ടറും ഒക്കെ ആയിട്ടുണ്ട് അശ്വിൻ. 2022 2020 ലോകകപ്പിലെ പാകിസ്ഥാനെതിരായ അശ്വിന്റെ മനസാന്നിധ്യത്തോടെയുള്ള ബാറ്റിംഗ് എങ്ങനെ ക്രിക്കറ്റ് പ്രേമികൾക്ക് മറക്കാനാകും? മുഹമ്മദ് നവാസിന്റെ പന്ത് മറ്റാരായാലും അടിച്ചു പറത്താൻ നോക്കിയേനെ. പക്ഷേ അശ്വിൻ ഒഴിഞ്ഞുമാറി വൈഡിലൂടെ ഒരു റൺസ് നേടിയെടുത്തു. അശ്വിന് മാത്രം സാധിക്കുന്ന കാര്യം. അന്ന് വിജയ റൺ കുറിച്ചതും മറ്റാരുമല്ല. 500 റൺ ടെസ്റ്റ് വിക്കറ്റിന്റെ നിറവിൽ നിൽക്കെ അമ്മയുടെ രോഗവിവരമറിഞ്ഞ നാട്ടിലേക്ക് പോയ അശ്വിൻ ഇനി പരമ്പരയ്ക്കുണ്ടാവില്ലെന്ന് കരുതിയവരാണ് മിക്കവരും. എന്നാൽ അടുത്ത ദിവസം കളത്തിലെത്തി അശ്വിൻ ഞെട്ടിച്ചിരുന്നു. അതും അശ്വിന് ക്രിക്കറ്റിനോടുള്ള പാഷൻ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും ഇന്ത്യൻ താരമെന്ന നിലയിൽ എൻ്റെ അവസാന ദിവസമായിരിക്കും ഇത്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ കുറച്ച് പഞ്ച് എന്നിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടെന്ന് അറിയാം. ക്ലബ് തലത്തിലുള്ള ക്രിക്കറ്റിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. വിരമിക്കൽ പ്രഖ്യാപിച്ചുള്ള അശ്വിൻ്റെ വാക്കുകൾ. പ്രിയ അശ്വിൻ, നന്ദി പറയേണ്ടത് ഞങ്ങളല്ലേ? ഇത്രയും നാളും നൽകിയ വിജയങ്ങൾക്ക്, ആനന്ദങ്ങൾക്ക്, മറക്കാനാവാത്ത ഓർമ്മകൾക്ക്.